ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ട ഒരു സങ്കടകരമായ വാർത്തയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ. വിദേശത്തുള്ളൊരു വ്യക്തി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു, പാവങ്ങൾക്കിടയിൽ ജീവിക്കുന്നു, ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിതത്തിൽ പേറി മറ്റുള്ളവരെ സഹായിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും വണ്ടിയിലിട്ട് ചുട്ടുകൊല്ലുകയാണ്. ഏറെ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഈ വാർത്ത കേട്ടത്. പക്ഷെ നമ്മളേറെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറയുക, വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രഹാം സ്റ്റെയിൻ്റെ ഭാര്യ ഗ്ലാഡീസ് ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന വാർത്ത നമ്മളേറെ അതിശയിപ്പിച്ചു. നമ്മൾ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു നിലപാട് ആ സ്ത്രീ എടുത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു കാര്യം എന്ന് പറയുക, ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ മനോഹരമായ സിനിമ. ആ സിനിമയിലെ കഥാപാത്രം എന്ന് പറയുക സിസ്റ്റർ റാണി മരിയയുടെ ജീവിതമാണ് അതിൽ ആവിഷ്കരിച്ചിരിക്കുക. ഭംഗിയായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, സിസ്റ്റർ കേരളക്കാരിയായ ആ സിസ്റ്റർ ദൈവസ്നേഹത്താൽ പ്രേരിതയായി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കടന്നു ചെന്ന് പാവങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകി ആ കന്യാസ്ത്രീ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ശത്രുക്കളെ ഒത്തിരി കടന്നു വന്നപ്പോൾ ഒരു ബസ് യാത്രയ്ക്കിടയിൽ സിസ്റ്ററെ കുത്തിക്കൊല്ലുന്ന ഒരു കാഴ്ച നമ്മൾ സിനിമയിലൂടെ കാണുന്നുണ്ട്. ജീവിതം മുന്നോട്ട് പോവുകയാണ്. കൊലപാതകമല്ല, ജയിലിലായി. ജയിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞ് തിരികെ വന്നപ്പോഴൊക്കെ ആ സിസ്റ്ററിൻ്റെ സഹോദരി വീട്ടിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ രാഖി കെട്ടിക്കൊടുത്ത് സഹോദരനായി സ്വീകരിച്ചു. എന്താണിത് എന്ന് ലോകം അതിശയിച്ചു പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മൂന്നാമത്തെ കാര്യം, മദർ തെരേസ, ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തി. നൊബേൽ സമ്മാനം നൽകി ലോകം ഈ മദർ തെരേസയെ ആദരിച്ചിട്ടുണ്ട്. മദർ തെരേസ ജീവിതം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കന്യാസ്ത്രീ, അഗതികളുടെ അമ്മ എന്നെല്ലാം ഈ അമ്മയെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. കൽക്കത്തയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് പാവങ്ങളെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി വീടുകൾ തോറും യാചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വീടിന് മുമ്പിലെത്തി തൻ്റെ മക്കൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി വല്ലതും തായോ എന്ന് ചോദിച്ചുകൊണ്ട് കരങ്ങൾ മുന്നോട്ട് നീട്ടിയപ്പോൾ ആ ഒരു കുടുംബനാഥൻ മദർ തെരേസയുടെ കയ്യിലേക്ക് തുപ്പുന്നുണ്ട്. ദേഷ്യം ഒന്നുമില്ലാതെ തന്നെ സ്നേഹത്തോടുകൂടെ തന്നെ ആ തുപ്പൽ വസ്ത്രത്തിൽ മായ്ച്ചു കളഞ്ഞുകൊണ്ട് മദർ തെരേസ മറ്റേ കൈ നീട്ടിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരാമോ എന്ന് ചോദിക്കുന്നു. അതിശയത്തോടുകൂടെ കുടുംബനാഥൻ ഈ മദർ തെരേസയെ നോക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ നമ്മളും വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, മദർ തെരേസയുടെ പ്രതികരണം എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിച്ചു. സ്നേഹം നിറഞ്ഞവരെ, ഈ മൂന്ന് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോഴെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്തുകൊണ്ടാണ് ഈ ഗ്ലാഡീസും, എന്തുകൊണ്ടാണ് ഈ റാണി മരിയ സിസ്റ്ററിൻ്റെ സഹോദരി, എന്തുകൊണ്ടാണ് മദർ തെരേസ ഇങ്ങനെ പെരുമാറിയത് എന്നതിൻ്റെ ഉത്തരം ആണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുക. ഇതൊരു സമതല പ്രദേശത്തെ സന്ദേശമായിട്ട് സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ മലയിലെ പ്രസംഗമായിട്ടാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരിക. ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരുവാനും വേണ്ടി നാം എടുക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ ക്രിസ്തു നമ്മോട് പങ്കുവയ്ക്കുക. എഴുത്തുകാരനായ മാർക്ക് ട്വെയ്സിനോട് ഒരു വ്യക്തി ചോദിക്കുന്ന ഇപ്രകാരമാണ്, താങ്കൾ വായിച്ച ബൈബിളിലെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ഈ എഴുത്തുകാരനോട് ചോദിക്കുകയാണ്. മാർക്ക് ട്വെയ്സൺ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്, ഞാൻ വായിച്ച മനസ്സിലാക്കിയ ബൈബിൾ ഭാഗങ്ങളാണ് എനിക്ക് പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിത് വായിക്കുവാനും പ്രസംഗിക്കുവാനും കേൾക്കുവാനും എളുപ്പമാണ്. പക്ഷേ ഈ സുവിശേഷത്തിൻ്റെ ആ സത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. കാരണം ഇത് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഈ ഒരു സുവിശേഷം ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു സുവിശേഷം നമ്മൾ പങ്കുവയ്ക്കുന്ന 2 കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുക, യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാർ ആരാണെന്ന്
ഈ ഒരു സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷം ആരംഭിക്കുക ഇപ്രകാരമാണ്: എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നതെന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. അതായത് ആരാണ് യഥാർത്ഥ ശിഷ്യന്മാരെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗുരു പറയുന്ന അനുസരിക്കുന്നവരാണ് ശിഷ്യന്മാരെല്ലാവരും. ഇവിടെ ഈശോ മിശിഹ സംസാരിക്കുന്നത് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോടും ജനത്തോടുമാണ്. ഈ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ പിന്നീട് കാണുന്നുമുണ്ട്. എന്താണ് ഇവിടെ ഗുരു നമ്മോട് സംസാരിക്കുക? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: ശത്രുക്കൾക്കുവെ സ്നേഹിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ എന്നൊക്കെ പറഞ്ഞ് ഈശോ തൻ്റെ കൂടെയുള്ളവരോട് ഓരോ ആഹ്വാനങ്ങൾ നടത്തുകയാണ്. ഈ ഒരു ഈശോയുടെ വാക്കുകളുള്ള നമ്മുടെ നിലപാടുകൾ എന്തൊക്കെയാണ് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒന്നാമത്തെ നിലപാട് ലോകത്തിൻ്റെ നിലപാടാണ്. ഒരുപക്ഷെ ഈശോ മിശിഹ ഇത് തങ്ങളുടെ ശിഷ്യന്മാരോടും ജനത്തോടും കൂടെ പറയുമ്പോൾ ചിലരൊക്കെ മനസ്സ് ചിന്തിച്ചേക്കാം, ഇതെങ്ങനെ ശരിയാകും, ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ വേണ്ടി പറ്റും. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാമത്തെ വാക്യം കാണുക ഇപ്രകാരമാണ്: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതായത് പഴയ നിയമത്തിൻ്റെതായ രീതിയിലേക്ക് കടന്നു പോകുന്ന ഒരു വചനം നമ്മളിവിടെ കാണുന്നുണ്ട്. എല്ലാം പകരത്തിന് പകരം, എന്നോട് എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെ തന്നെ തിരിച്ചും പെരുമാറുന്ന ഒരു ശൈലി. അപ്രകാരം പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുക നമ്മൾ ഈ ഒരു മനോഭാവം സ്വീകരിച്ചുകൊണ്ടാണ്. അതായത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള മനോഭാവം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഇന്നത്തെ എല്ലാ സാഹചര്യം കടന്നു വരിക. സ്നേഹം നിറഞ്ഞവരെ, അതുകൊണ്ട് ലോകത്തിൻ്റെ മനോഭാവങ്ങളിലേക്ക് കടന്നു പോകാതെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുക ക്രിസ്തു ശിഷ്യൻ്റെ ഒരു മനോഭാവമാണ്. ഈ സുവിശേഷത്തോട് നമുക്കെല്ലാം അറിയാം, നമ്മുടെ വീടുകളിൽ മനോഹരമായ പൂന്തോട്ടങ്ങൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. പലപ്പോഴും ഈ പൂന്തോട്ടത്തിന് വേണ്ട ശ്രദ്ധയും കരുതലും കൊടുക്കുക നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരാണ്. ഈ ഒരു ചെടി ആദ്യം നമ്മൾ നട്ടുവെക്കുമ്പോൾ ഒത്തിരി വളങ്ങൾ നൽകി നമ്മൾ ഈ ചെടിയെ സംരക്ഷിക്കാറുണ്ട്. നമ്മുടെ വീടുകളിൽ അമ്മമാർ ചിലപ്പോൾ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുകളെല്ലാം കൊണ്ടുപോയി ചിലപ്പോൾ ഈ ചെടിയിട്ട് ചുവട്ടിക്കൊണ്ടിടും. അല്ലെങ്കിൽ വൃക്ഷത്തൈ നടുമ്പോൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റുകളെല്ലാം കൊണ്ട് ഈ വൃക്ഷത്തൈയുടെ നടുവിൽ കൊണ്ടിടും. അങ്ങനെ ഇത് വളമായി, മാലിന്യങ്ങൾ വളമായിട്ട് നൽകിക്കൊണ്ട് ഈ വൃക്ഷത്തൈകളെ പരിപാലിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവർ, എന്താണ് വരുന്ന വ്യത്യാസം? കുറേ നാളുകൾക്ക് ശേഷം ഈ റോസാ ചെടിയിൽ മനോഹരമായൊരു പുഷ്പം ഉണ്ടാകുന്നു, റോസാപ്പൂ. നല്ല മനോഹരമായി റോസാപ്പൂവിനെ കാണാൻ വേണ്ടി ഒപ്പം തന്നെ നല്ല സുഗന്ധം ഈ റോസാപ്പൂവിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. നിഷേധാത്മകമായ കാര്യങ്ങളും സ്വീകരിച്ചാലും നന്മ ആയി രൂപാന്തരപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുക. അതുപോലെ തന്നെ ഫലവൃക്ഷത്തായി നമ്മൾ നടുമ്പോൾ അതിലേക്ക് ഈ മാലിന്യങ്ങൾ നമ്മൾ ഇടുന്നുണ്ടെങ്കിലും പക്ഷെ പിന്നീട് നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ നൊമ്പരപ്പെടുത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന ചില മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ആ ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് കരുതി സ്വീകരിച്ചപ്പോൾ അതിൽ കൊണ്ടുള്ള നന്മകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറമാണെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സുവിശേഷം പകർന്നു തരുന്ന ഒരു മനോഭാവം അതാണ്. നിഷേധാത്മക മനോഭാവം സ്വീകരിച്ചാലും പക്ഷേ അതിലൂടെ നമുക്കൊരു നന്മകൾ ഒത്തിരിയേറെയുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു ക്രിസ്തുശിഷ്യൻ്റെ നിലപാടിലേക്കും മനോഭാവത്തിലേക്ക് കടന്നു പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ്. ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം പറഞ്ഞു വെക്കുക ഇപ്രകാരമാണ്: ഇത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുക നിങ്ങൾ ദൈവപുത്രന്മാരെന്ന് വിശേഷിക്കപ്പെടുമെന്ന് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ മിശിഹ പകർന്നു നൽകിയ ഈ സുവിശേഷ അന്തസത്ത എന്ന് പറയുക സ്നേഹം തന്നെയാണ്. സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ സുവിശേഷം ഈശോ മിശിഹ നമ്മോട് പങ്കുവയ്ക്കുക. എപ്രകാരമായിരിക്കും ഈശോ മിശിഹ ഈ ഒരു മനോഭാവം പുലർത്തുക? തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈശോ ഈ ഒരു സന്ദേശം നമ്മോട് പങ്കുവയ്ക്കുക. പിതാവായ ദൈവത്തിൻ്റെ കൂടെയുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം. പിന്നീട് ഈശോ തൻ്റെ പരസ്യത്തിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ഈ ഒരു 33 വർഷവും ഈശോ മിശിഹ നടന്ന് സഞ്ചരിച്ച് സംസാരിച്ചതെല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവകരുണയെക്കുറിച്ചുമാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ മക്കളിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഈശോ ഈ ഒരു 33 വർഷക്കാലം ജീവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈശോ മിശിഹ തൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളും നൊമ്പരങ്ങളും എല്ലാം കടന്നു വന്നപ്പോഴെല്ലാം ആ ഒരു സ്നേഹത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുന്ന ഈശോ നമ്മൾ കാണുന്നുണ്ട്.
ശത്രുക്കളെ സ്നേഹിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ശപിച്ചവരെ അനുഗ്രഹിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈശോ ഈ ഒരു സുവിശേഷം നമ്മളോട് പകർന്നു തരിക. നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങൾ കടന്നു പോകുന്നവരാണ്. നമ്മളെ ദ്രോഹിക്കുന്നവർ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളെ അധിക്ഷേപിച്ചവർ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളോട് ശത്രുതയോടെ പെരുമാറിയ നമ്മുടെ മുമ്പിലുണ്ട്. അവരെയെല്ലാം ഈ സ്നേഹത്തിൻ്റെ ഒരു മൂല്യത്തോടു കൂടെ തന്നെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ക്ഷണം കൂടി ഇന്നേ ദിവസം ഈശോ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു സുവിശേഷ ഭാഗം നമ്മുടെ കൺമുമ്പിലേക്ക് വയ്ക്കപ്പെടുമ്പോൾ യഥാർത്ഥ ശിഷ്യന്മാരായി ജീവിക്കാനും വേണ്ടി ആ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.